ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒന്നിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ 100% സമ്മതമാണ്. അതിലൊന്നും യാതൊരു മാറ്റമില്ല. എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും വേണ്ടി തയ്യാറാണ്. അതിനൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല. ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കാൻ ഇനി ഞാൻ എന്ത് വിട്ടുവീഴ്ച ഞാൻ ആണെങ്കിൽ ഒരു വീട്ടിലൊരു ഡ്രൈവറായിട്ട് വേണമെങ്കിലും എനിക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്. ഇനി കൂടുതലേക്ക് പറയാൻ ചിലപ്പോൾ വേറെ ഇതായി മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും. അപ്പോൾ സിലു ടോക്സ് സലഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. അത്രമാത്രം താണുകൊണ്ട് കേണുകൊണ്ട് തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഗഫൂർക്ക പറയുന്ന വാക്കുകൾ ഏവരുടെയും മനസ്സിനെ ഇറനണിയിക്കുന്നത് തന്നെയാണ്. താൻ എന്ത് ജോലി ചെയ്യാൻ വേണ്ടിയും തയ്യാറാണ് എന്നും അവസാനം സിലുവിൻ്റെ വീട്ടിലെ ഡ്രൈവറായിട്ട് പോലും നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നും എന്നെയും തൻ്റെ മക്കളെയും വേർപിരിക്കരുത് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലുമായി ഗഫൂർക്ക ഒറ്റൊരു വീഡിയോവുമായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. അത്രമാത്രം ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഗഫൂർക്ക നമ്മോട് തുറന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതിൻ്റെ സത്യാവസ്ഥയും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. 3 വർഷം മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നും സുലുവിനെ നിത്യന്തരം വളരെ മോശകരമായ രീതിയിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആള് അതപ്പതിച്ച് സംസാരിച്ചപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരം ഒരു ഫുട്ടേജ് അവർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു എന്നും അവരുടെ സമ്മതമില്ലാതെ അത് ചാനൽ പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് ഗഫൂർക്ക ഇപ്പോൾ നമ്മോട് പറയുന്നത്. CCTV ദൃശ്യങ്ങളെ കുറിച്ച് ഗഫൂർക്ക സംസാരിക്കും. കാരണം 3 വർഷത്തിന് മുമ്പ് ഒരു ഏഷ്യാനെറ്റ് ആയിരുന്നു ആദ്യം നമ്മുടെ വൈഫൈ ഉണ്ടായത്. അതായത് ജിയോയിലേക്ക് മാറി 3 വർഷം മുമ്പ്. അപ്പോൾ അതിനുശേഷം ക്യാമറ എൻ്റെ മാത്രമാണ്. സിലിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നില്ല. ക്യാമറേൻ്റെ ആപ്പ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മാത്രമാണ് ആപ്പ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ വീഡിയോ ഇട്ട ഉടനെ, അതായത് വീഡിയോ ആർക്കോ ദീദിക്കോ ബേബിക്കോ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ആ ചാനലിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായെന്ന് പറഞ്ഞാലും അയച്ചു കൊടുത്തത് ജസ്റ്റ് അവരെന്തോ നിരന്തരമായിട്ട് സിലുവിനെ ഹരാസ്മെന്റ് ചെയ്യാണ്, നിരന്തരമായിട്ട് വെറുപ്പിക്കുകയാണ്, നിരന്തരമായിട്ട് കുറ്റങ്ങൾ പറയുകയെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായി ഇട്ടു. അപ്പോൾ തന്നെ 1 ടൈം ഇട്ടെടുത്ത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ അത് അവൾ ചതിച്ചതാണ്. ആ സ്ത്രീ എന്തോ വലിയ ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എനിക്ക് വാട്സപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് എൻ്റെ ഉണ്ട്, വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചതിച്ചാണ്. അതുകൊണ്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും നടന്നില്ല, അതും നടന്നില്ല. അതും അങ്ങനെ ആയിപ്പോയി. എന്താണെന്നറിയില്ല, കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തില്ല. അപ്പോൾ എല്ലാം നമുക്ക് തന്നെയാണ് ഇട്ട് പണി വരുന്നത്. അപ്പോൾ അവിടെ ബീവി ചതിച്ചാലും ദീദി ചതിച്ചാലും ആ പണി ഏറലായത് ഞാനാണ്. ഒരു ചെറിയ ചേറിന് തട്ടുന്ന സീന് അത് മറ്റുള്ളവർ കാണുമ്പോൾ വലുതായി കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചേറിൽ തട്ടീൻ്റെ കാരണം സിലുവിൻ്റെ ചാനലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാരണം ആവശ്യ സമയത്ത് എടുത്ത് പറയണ്ട. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. എന്തായാലും അത് ചെയ്തത് എന്തായാലും ശരിയല്ല. നിങ്ങൾക്ക് അങ്ങനെ ചാനൽ ഇട്ട് കൊടുത്തത് ശരിയല്ല എന്ന് തന്നെ എനിക്കും പറയുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതും പഴയ ഒരു 3 വർഷം മുമ്പുള്ള ഒരു CCTV ദൃശ്യം ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ അതിൽ ശരിയായൊരു കാര്യമല്ല. ശരി, ഇപ്പോൾ അങ്ങനെ പോട്ടെ. ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലക്ക് നമ്മുടെ സഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറെ നിങ്ങൾക്കറിയാമായിരിക്കും. അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ സിലുവിനെ കുറിച്ച് അവർ ചെയ്തിരുന്നു. വളരെ മോശകരമായ വീഡിയോ ചെയ്ത സമയത്ത് തൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നേ നടന്ന ഒരു സംഭവത്തിൻ്റെ ചെറിയ ഒരു ഫുട്ടേജ് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത് 1 ടച്ച് ആയിട്ടാണ് അയച്ചു കൊടുത്തത് എങ്കിലും അവർ അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അവരുടെ ചാനലിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ലീക്കായത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ബീവി ആയാലും മറ്റാരായാലും പക്ഷേ ഞാനിപ്പോൾ എയറിലായി എന്ന് തന്നെ ഗഫൂർക്ക വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. അതുപോലെ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ എന്ന നിലയ്ക്ക് തൻ്റെ അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് സിലു നമ്മുടെ ഗഫൂർക്കാക്ക് മെസ്സേജ് അയച്ചിരുന്നു. എങ്കിലും അതും ഉണ്ടായില്ല. അവിടെയും ഞാൻ കബളിക്കപ്പെട്ടു എന്ന് ഗഫൂർക്ക പറയുകയാണ്. ആത്യന്തികമായിട്ട് അവസാനം എല്ലാം എൻ്റെ തലയിലാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എയറിലാണ് എന്ന് വളരെ സങ്കടത്തോടു കൂടി ഗഫൂർക്ക നമ്മോട് പറയുകയാണ്. അതുപോലെ തന്നെ ഗഫൂർക്ക പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നതും അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗഫൂർക്കാക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കതുകൂടി കേൾക്കാം. ഒരുപാട് ആൾക്കാരില്ല, കുറച്ച് ആൾക്കാർ അറിയാതെ നിങ്ങൾ തമ്മിൽ ഒത്തുകളിയാന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒത്തുകളിയാണെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞ ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞാലും അത് വലിയ ചാനലിലല്ല, വേറെ സിലു ടുഡേസ് പറഞ്ഞ ചാനലിലുണ്ട്. 60,000 മുകളിൽ മോണിറ്റൈസേഷൻ ചെയ്ത ചാനലാണ്.
അതിൽ എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വീഡിയോ ഉണ്ടാവും. അതിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ഇൻകം വന്നുകൂടി കണ്ടിരുന്ന ചാനലാണ്. അപ്പോൾ അതിലിട്ടാൽ മതിയല്ലോ, അപ്പോൾ നല്ല ഇൻകം വരുമല്ലോ, പുതിയ ചാനലൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തെറ്റായി ധരിക്കുന്നവർക്ക് ഉള്ള ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇന്ന് വീഡിയോ. അപ്പോൾ ഗഫൂക്ക പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും, എനിക്ക് ഒത്തു കളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും ഇത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ 60,000 സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ സുലൂട്ട് റേഡിയേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ എനിക്കുണ്ട് എന്നും അത്രയ്ക്കും മോണിറ്റൈസേഷനായ അത്രയ്ക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്ന ആ ചാനൽ ഉപേക്ഷിച്ച് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് നിങ്ങളോട് ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നും ഇത് തന്നെയാണ് എൻ്റെ അവസാന റിപ്ലൈ എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ ഗഫൂർ ഖാനെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ നിയമ നടപടിക്ക് പോവുക തന്നെ ചെയ്യുമെന്നും തൻ്റെ കുടുംബത്തിലും ഒരുപാട് വക്കീലന്മാരുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട നടപടി ഇനി തുടർ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നും അവർ നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരുമെന്നും ഗഫൂർ ഖാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കത് കാണാം. ഞാനിവിടെ പാലക്കാട് ഒരു യൂണിയന്റെ ജില്ലാ സെക്രട്ടറിക്കാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ, നമ്മളെ ആവശ്യമില്ലാതെ തേജോവധം വീഡിയോയുടെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവർക്കെതിരെ നമ്മൾ എന്തായാലും IT ആക്ട് പറഞ്ഞ സംഭവമുണ്ട്, അത് കൊടുത്തോളും, വഴിയെ അത് അനുഭവിച്ചോളും, കുഴപ്പമില്ല, ആ വഴിക്ക് നടന്നോളും. കാരണം എൻ്റെ പെങ്ങളുടെ മകനും മേട്ടൻ്റെ മക്കളും എല്ലാം ഒരുപാട് വക്കീൽമാരുണ്ട്, അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അനാവശ്യ വീഡിയോകൾക്കെതിരെ എന്തായാലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളെ ചിത്രീകരിക്കില്ല, മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ നടപടി നമ്മൾ വഴിയെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേട്ട് കാണും. ഇനി അവസാനമായി ഈ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഏവരുടെയും മനസ്സിനെ അലിയിച്ചു കളയുന്നത് തന്നെയാണ്. അത്രയ്ക്ക് സങ്കടത്തോടു കൂടി അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ ഒരു മലയാളിക്കും സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല, ഒരാണിനും സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ഇതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ സിലുവിൻ്റെ വീട്ടിലെ ഒരു ഡ്രൈവറായിട്ട് പോലും നിൽക്കാൻ ഞാൻ സന്നദ്ധനാണ്. എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുകളുണ്ടെങ്കിലും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതം ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയാണോ ഞാൻ ചെയ്യേണ്ടത് അതിനെല്ലാം ഞാൻ സന്നദ്ധനാണ് എന്ന് വളരെ വിഷമത്തോടു കൂടി ഗഫൂർ ഖാൻ പറയുന്ന വാക്കുകൾ നമുക്കത് കേൾക്കാം. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒന്നിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ 100% സമ്മതമാണ്, അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും വേണ്ടി തയ്യാറാണ്. അതിനൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല, അതിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ ഈക്വൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ അത് സോൾവ് ആയിട്ട് അങ്ങനെ പോകും. പക്ഷേ ഇത് രണ്ടുപേരില്ല, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നം. ഇനി ഞാൻ എന്ത് വിട്ടുവീഴ്ച ഞാൻ ആണെങ്കിൽ ഒരു വീട്ടിലൊരു ഡ്രൈവറായിട്ട് വേണമെങ്കിലും എനിക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്, എല്ലാത്തിനും സമ്മതമാണ്. എനിക്ക് യാതൊരു മടിയോ അതൊന്നുമില്ല. കാരണം അപ്പോഴും കുട്ടികളൊക്കെ ആയിട്ട് അതിനെ ജീവിച്ച് പോകാലോ എന്നുള്ള ഇതിൽ പറയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം എന്താ വീഡിയോ ഇനി കൂടുതലേക്ക് പറയാൻ ചിലപ്പോൾ വേറെ ഇതായി മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് എനിക്ക് ആ ശ്രദ്ധ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് വിട്ടുവീഴ്ചയാണ് ഒരു വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ആദ്യം മുൻകൈ എടുത്തുകൊണ്ട് തൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഡ്രൈവറായിട്ട് വേണ്ടി പോലും ഈ ഭർത്താവായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഡ്രൈവറായിട്ട് കണ്ടാൽ പോലും തൻ്റെ മക്കളോടൊപ്പമുള്ള ജീവിത സ്വപ്നം കാണുന്ന ഒരു വാപ്പാക്ക് അല്ലെങ്കിൽ ഒരു ഫാദറിന് അതുമല്ലെങ്കിൽ ഒരു അച്ഛന് ഇത് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് എനിക്ക് സുൽത്താനോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങൾ 5 മക്കളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. തെറ്റ് ആര് ഭാഗത്താണെങ്കിലും അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിലുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. എത്ര വലിയ തെറ്റ് അദ്ദേഹം ചെയ്താലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത് പശ്ചാത്താപമാണ്. അത് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ ഒരു താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ പരിഗണിക്കുക തന്നെ വേണം. ഇതിലും വലിയ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വേണ്ടി ഇനി പോകുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അതൊക്കെ തീർച്ചയായിട്ടും ഈ 5 മക്കളുടെ ഭാവിയെ ഓർത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് പരിഗണിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര നേട്ടങ്ങളും അതുപോലെ തന്നെ എത്ര സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചാലും ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ ഉപ്പയെ നിങ്ങൾക്ക്
വേറെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയില്ല. അവൾക്ക് കിട്ടുന്ന സ്നേഹത്തെ, അവർക്ക് കിട്ടുന്ന പരിചരണത്തെ, അവർക്ക് കിട്ടുന്ന ആ സംരക്ഷണത്തെ ഒരിക്കലും നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ട് വീണ്ടും പണ്ടത്തതുപോലുള്ള ഒന്നിച്ചു ചേർന്നുള്ള ആ കോമഡിയും ആ വീഡിയോയും ആ സന്തോഷകരമായ നിമിഷങ്ങളും ഒന്നും കൂടി കാണാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു സന്തോഷകരമായ നിമിഷം വരും ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പഠിച്ച തമ്പുരാനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.